പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ സന്തോഷത്തിലിരിക്കുക. ഇവിടെ കുറേ പേര് കരഞ്ഞുകൊണ്ടിരിക്കുക. കുർബാനയുടെ സമയത്തേക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, കരയുക. എന്തിനാ കരയട? പ്രശ്നം തീർന്നിരിക്കുക, സന്തോഷിക്കല്ലേ വേണ്ടേ? ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങളെ പ്രശ്നം തീർന്നിരിക്കുക, അപ്പോൾ സന്തോഷിക്കാൻ വേണ്ടേ? അപ്പോൾ തീരുവാതിരില്ല, ഇനിയും ആ സ്ഥിതി തന്നെ തുടരുവാന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ് കരയേണ്ട കാര്യമില്ല. ഞാൻ ഇത് വെറുതെ പറയാൻ വേണ്ടിയിട്ടില്ല. ഇവിടെ എന്തൊക്കെ അനുഭവിക്കണോ എക്സ്ട്രീം എൻഡ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് അനുവദിച്ചു തന്ന, എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വേറെ എവിടെയും നിനക്ക് ഉത്തരം ലഭിക്കില്ല എൻ്റെ മുമ്പിലില്ലാതെ. അത് ഞാൻ ഇവിടെ എന്നെ അമ്മ തന്നെ കൊണ്ടുവന്ന്. എനിക്ക് കൃപാസനം അറിയില്ലായിരുന്നു. 2003 2004 എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം ഓരോന്നായിട്ട്. പക്ഷെ ഇന്നും പ്രശ്നങ്ങളൊക്കെ ക്യൂവിലുണ്ടാകും, പക്ഷെ അത് സന്തോഷമാണ്. അന്ന് പ്രശ്നത്തെ കാണുമ്പോൾ പേടിയാണ്, ഇന്ന് വരുമ്പോൾ സന്തോഷമാണ്. ഇന്ന് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാമല്ലോ. ഒരു കളിതമാശയാണ്, അമ്മയുടെ ഒരു കളിതമാശ പോലെയാണ് ഇന്ന് ഒരു സഹനം വരുമ്പോൾ. പണ്ടെപ്പോഴും പേടിയാണ്, ഓരോ പ്രശ്നം വരുമ്പോൾ പേടിയാണ്. ഇതിൽ ഞാൻ അമ്മയുടെ ഇരുന്ന് കണ്ടിട്ടുള്ളതൊക്കെ എല്ലാ പ്രശ്നത്തിനും എനിക്ക് എന്തൊക്കെ സഹനങ്ങളാണ് ജീവിതത്തിൽ തന്നിട്ടുള്ളതോ അത് പലവരും അതിന് പല ഭാഷ പറയും. ആത്മഹത്യ കുറിച്ച് ആലോചിക്കുന്നു. അതിനേക്കാളും അപ്പുറത്തെ സഹനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഒറ്റപ്പെടലും അപമാനങ്ങളും അതുപോലെ കേസുകളും, പോലീസ് കേസും CBI കേസും ഇതെല്ലാം വന്നാലും ഞാൻ അവസാനം നോക്കിയിട്ടുള്ള ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായി മാറ്റിയായിരുന്നു. അത് വചനം റോമ 8:28 ഉള്ളതെല്ലാം സത്യമാണെന്ന് തെളിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ എത്താൻ പറ്റിയത് തന്നെ വലിയ അനുഗ്രഹമാണ്. അത് ഉടമ്പടിയുടെ കൂടെ ചേർന്ന് കണക്റ്റഡാണ് ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. അപ്പോൾ ഉടമ്പടിയിൽ നിന്ന് എടുത്ത അനുഗ്രഹം നിശ്ചയമാണ്, ഉറപ്പായിട്ട് കിട്ടും. അതിനേക്കാളും നമ്മൾ നോക്കേണ്ട അനുഗ്രഹം എന്തായാലും കിട്ടും. അതില്ല വേണ്ടിയത്. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയായിട്ട് ഒന്നുകൂടി ശരിക്കും അടുക്കുക, സ്വന്തമാകുക. നമ്മൾ പുറത്തിരുന്ന് അകത്തേക്ക് വരിക, അമ്മയുടെ കുടുംബത്തിലെ ഒരാളായി തീരുക. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഉടമ്പടിയിൽ. അമ്മ അതിനാ വിളിക്കുന്നത്. അനുഗ്രഹം എന്തായാലും കിട്ടും. നിങ്ങൾ ഈ കരയേണ്ട കാര്യമൊന്നുമില്ല. അമ്മയെ കണ്ടെത്തി കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിലുണ്ട്. അമ്മ തരാൻ ആഗ്രഹിക്കുകയാണ്, അത് തരും. എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ ആണെങ്കിൽ തന്നെ അത് ആ ഫയലിലേക്ക് രജിസ്റ്റർ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയായിട്ട് അടുക്കുമ്പോഴത്തേക്കും നമ്മൾ അമ്മയിലിരുന്ന് കുറേ കാര്യം പഠിക്കാനുണ്ട്. അത് ചില ബന്ധനങ്ങളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ളതിൻ്റെ കാരണം നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുപോകും. എന്നിട്ട് നമുക്ക് ഈ അനുഗ്രഹം അമ്മ എന്തായാലും അനുവദിച്ചു തരും. എന്നുവെച്ചാൽ ഗവൺമെൻറ് പാസ്സാക്കും. നമുക്ക് ഈ കോൺട്രാക്ടേഴ്സിനൊക്കെ അറിയാം, ഗവൺമെൻറ് പാസ്സാക്കും, പക്ഷേ ട്രഷറിയിൽ അത് തടഞ്ഞു വയ്ക്കും. ട്രഷറിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ അതുപോലെ അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് അനുവദിച്ചു തരും നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ. പക്ഷെ അത് വഴിയിലിങ്ങനെ തടഞ്ഞ് ഉണ്ടാവും, തടസ്സം ഉണ്ടാവും. അതിന് ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ കുടുംബത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ ഈ വെറുപ്പ് പാടില്ല. പ്രൈസ് ദി ലോർഡ്. വിദ്വേഷം പാടില്ല. മാർക്ക് 11-ാം അധ്യായം 24-25 ഈശോ പറയുകയാണ്, നീ എന്തെങ്കിലും ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ചു. ചിലപ്പോൾ നിൻ്റെ ജോലിയാകാം, ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതലാകാം,
ഭവനമാകാം, കടബാധ്യത തീരാനാകാം, മക്കളുടെ അനുസരണയാകാം, അല്ല വിശുദ്ധിയിലുള്ള ജീവിതമാകാം. ഇതെല്ലാം നീ ചോദിക്കുമ്പോൾ അത് ലഭിച്ചെന്ന് നീ വിശ്വസിച്ചു. എന്നുവെച്ചാൽ നീ ചോദിക്കുമ്പോൾ, എൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ നീ വിശ്വസിക്കുക അത് ലഭിച്ചെന്ന്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് നിനക്ക് ഉറപ്പായിട്ട് കിട്ടും. ദൈവം വാഗ്ദാനം തരാം, അത് കിട്ടും. നീ ചോദിക്കുമ്പോൾ അത് ലഭിച്ചെന്ന് വിശ്വസിക്കും. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനുണ്ട്, 11:25. അതാണ് നമ്മൾ പലവരും ശ്രദ്ധിക്കാത്തത്. നമ്മൾ ഇത് മാത്രം ശ്രദ്ധിക്കും. കണ്ടീഷൻസ് ഉണ്ട് എല്ലാത്തിനും. അതിൽ പറഞ്ഞിരിക്കുക, നിനക്ക് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ചോദിക്കുന്നതെല്ലാം ലഭിക്കും. അത് നീ വിശ്വസിച്ചോ എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ ഷ്യൂർ, ബി ഷ്യൂർ, ഉറപ്പിച്ചോ, നിനക്കതെല്ലാം ലഭിക്കും. പക്ഷെ അതിൻ്റെ അടുത്ത വാക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നിനക്ക് ആരെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരെ ക്ഷമിച്ച് കഴിഞ്ഞിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ. അത് മാർക്ക് 11:25. നമ്മൾ പലവരിക്കുമുള്ള പ്രശ്നം, നമുക്ക് അത് മൈൻഡ് ചെയ്യില്ല. അയാൾ വന്നെപ്പോഴെങ്കിലും വരട്ടെ, ഞാൻ മനസ്സുകൊണ്ട് ക്ഷമിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നും ക്ഷമിക്കാൻ പറ്റിയൊന്നുമില്ല. ക്ഷമിക്കണമെന്ന് വെച്ചാൽ ഹൃദയത്തിലിരുന്ന് ക്ഷമ ഉണ്ടാകണം. അയാൾക്ക് മനസ്സിലാകണം നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ടീഷനാണ്. അതുകൊണ്ടാണ് മത്തായി 5:23-24 ഈശോ പറയണ, നീ ബലിപീഠത്ത് കാഴ്ച കൊടുക്കാൻ, എനിക്ക് ബലിപീഠത്തിന് കാഴ്ച കൊടുക്കാൻ വരുമ്പോഴത്തേക്കും നീ ശ്രദ്ധിക്കേണ്ട കാര്യം, നിനക്കാരെങ്കിലുമായിട്ട് വിഷമമില്ല, നിന്നോടായിരിക്കെങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ. നിന്നോടായിരിക്കെങ്ങനെ വിരോധം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നീ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാകില്ല, നിൻ്റെ ഭാഗത്ത് ന്യായീകരണം ഉണ്ടാകാം ഉറപ്പായിട്ട്. പക്ഷെ നിന്നോടായിരിക്കെങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ അത് ബലിപീഠത്തിൽ തന്നെ കാഴ്ച വെച്ചിട്ട് നീ പോയി രമ്യപ്പെടുക. എന്ന് വെച്ചാൽ ഇതൊരു വലിയ പ്രശ്നമാണ്. നിന്നോട് ആർക്കെങ്കിലും വിരോധം എന്ന് വെച്ചാൽ നീ അറിഞ്ഞോ അറിയാതെയോ ഏതോ കാര്യത്തിൽ നിൻ്റെ ഭാഗത്തിരുന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം. നിനക്കത് ശരിയായിരിക്കാം, പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് തെറ്റായിട്ട് തോന്നിക്കാം. അത് അന്വേഷിക്കണം, എന്താ പ്രശ്നം. അതൊരു ക്ഷമ പറഞ്ഞാൽ തീർന്ന കേസേ ഉള്ളൂ. ഞമ്മത് പറയില്ല, അതിനൊരു അവസരം നോക്കിയിരിക്കും. ഇപ്പോൾ പറയണ്ട, പിന്നെ പറയാം. ഇതാണ് വലിയ പ്രശ്നം. ഇത് ഭാര്യ ഭർത്താവ് തമ്മിലാകാം. എന്നിട്ട് കുടുംബത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ ഭർത്താവിൻ്റെ നിയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ വന്ന് ഭാര്യ ഉടമ്പടി എടുക്കുന്നത്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എടുക്കും, അമ്മായിയമ്മയ്ക്ക് വേണ്ടി മരുമകളും അമ്മയ്ക്ക് വേണ്ടി മക്കളും എടുക്കും. പക്ഷേ ഒരു യോജിപ്പുണ്ടാകില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് തടസ്സമായിട്ട് മാറും. ഇതൊക്കെ വചനമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മത്തായി 18:19 പറയണത്, ഭൂമിയിൽ 2 പേര് യോജിച്ച് ഒരു മനസ്സിൽ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അതവർക്ക് ലഭിച്ചിരിക്കും. അപ്പം നീ പ്രാർത്ഥിക്കുമ്പോൾ 2 പേരെന്ന് പറയണത് ഭാര്യ ഭർത്താവാകാം, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരാകാം. അവിടെ യോജിപ്പില്ലെങ്കിൽ അവിടെ തടസ്സം വരും. അപ്പം നിങ്ങൾ ഒരു 10 കാര്യം ചോദിക്കുമ്പോൾ ഒരു 3-4 കാര്യം ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നതിൻ്റെ കാരണം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കിക്കോ. ഇവിടെയോ യോജിപ്പിൻ്റെ കുറവുണ്ട്. മനസ്സുകൊണ്ട് യോജിക്കണം. അത് തടസ്സമായിട്ട് കിടക്കും. എനിക്കിത് കുറേ അനുഭവമുണ്ട്. കൗൺസിലിങ്ങിന് വരുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ വന്നിരുന്നു കോയമ്പത്തൂരിൽ. ഒരു സിസ്റ്ററാണ് ഹോസ്പിറ്റലിൽ. അവർക്ക് 7 കൊല്ലമായിട്ട് അവർ സിസ്റ്ററായിട്ട് എത്രയോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കൊണ്ടൊന്നും സാധിച്ചില്ല. അവർക്ക് ഈ സോറിയാസിസ് പോലെ ഒരു രോഗം, അത് സോറിയാസിസ് ഇല്ല, പക്ഷെ സ്കിന്ന് കംപ്ലീറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കയ്യിൽ മാത്രം ഇവിടെ വരെ.
ഇവിടെ ഇരുന്ന് ഇവിടെ വരെ ഇങ്ങനെ കൈ ആരും അവർക്ക് ഭയങ്കര അത് പുറത്തേക്ക് പോകാൻ മടിയാണ്. അപ്പോൾ ആരോ പറഞ്ഞെന്ന് പറഞ്ഞ് കോയമ്പത്തൂരിൽ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞ് ഒരു കാര്യം പറഞ്ഞു, എനിക്കുള്ള പ്രശ്നം 7 കൊല്ലമായി, ഇതിനെന്ത് മരുന്ന് വെച്ചിട്ട് ആയുർവേദം നോക്കിയാൽ അലോപ്പത്തി നോക്കി ഇതിങ്ങനെ സ്കിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുക, ഇത് പൊട്ടും എന്ന് പറഞ്ഞ് അവർ വന്ന്. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ബൈബിൾ തുറക്കുക പതിവ്. ബൈബിൾ തുറക്കുമ്പോഴത്തേക്കും ക്ഷമയെക്കുറിച്ചാണ് പറയണത്. ഞാൻ പറഞ്ഞ് ക്ഷമയെക്കുറിച്ച് മാത്രം വന്ന് ഞാൻ പറഞ്ഞു, നിന്നെ സഹോദരനോട് നീ ക്ഷമിച്ചിട്ടില്ല കേട്ടോന്ന്. അപ്പോൾ അവർ കണ്ണെറിഞ്ഞ് പറഞ്ഞ്, അതെ, അയാളുടെ ബ്രദർ ബാംഗ്ലൂരാണ്, ഇതേപോലെ 7-8 കൊല്ലമായിട്ട് 6-7 കൊല്ലമായിട്ടാണ് എന്ന് വന്നു. മിണ്ടിയിട്ടില്ല, ഫോൺ ചെയ്താൽ ഇവർ കട്ട് ചെയ്യും, എന്തോ വലിയ പ്രശ്നമാണ്, അവരുടെ ഭാര്യയായിട്ട് ഇവർക്ക് പ്രശ്നമായിട്ട് എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു, ന്യായീകരണം കുറേ പറഞ്ഞു. ഇവരുടെ ഭാഗത്ത് ന്യായമാണെന്ന് തോന്നിക്കും, പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല. ഇവർ ക്ഷമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും ഇവിടെ വന്നതല്ലേ, നീ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് നേരെ ബാംഗ്ലൂരിൽ പോവുക, അടുത്ത വണ്ടി എടുത്ത് പോയി അവിടെ പോയി താമസിച്ച് ഒന്ന് ക്ഷമിക്കുക. ഞാനത് ഉറപ്പ് പറയാം, അടുത്ത ആഴ്ച ഞായറാഴ്ച അവിടുത്തെ പ്രാർത്ഥന, അടുത്ത ഞായറാഴ്ച അവർ വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ പൊട്ടൽ കംപ്ലീറ്റ് മാറി അവരുടെ. പ്രൈസ് ദി ലോർഡ്. ഇത് എല്ലാവരുടെ ജീവിതത്തിൽ ഇതാണ്. ചില കാര്യങ്ങൾ നമുക്ക് തോന്നും ഇത് നിസ്സാരമാക്കും, പിശാച് ചെയ്യിപ്പിക്കുന്ന പണിയാണ്. ഭർത്താവിനോട്, ഭാര്യയോട് ഇത് എന്നുള്ള കാര്യമല്ല, ഇതൊക്കെ എന്ത് കാര്യം? മക്കളോട്, മക്കൾക്ക് അമ്മയോ അച്ഛനോട് നാണക്കേടാ ക്ഷമ ചോദിക്കാൻ. ഇപ്പം ഞങ്ങൾ നല്ലപോലെ സംസാരിക്കേണ്ടല്ലോ. പലവരും വിചാരം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ചീത്ത വിളിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിരിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. അത് ക്ഷമ പറയണം. എന്താ കാര്യമെന്ന് അറിയാമോ? ഇത് നമ്മളെ യോജിപ്പ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? യോജിപ്പുണ്ടെങ്കിൽ യോജിപ്പ് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത് സാത്താനാണ്, പിശാചാണ്. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. യോജിപ്പുണ്ടെങ്കിൽ ഈ ലോകത്ത് നീ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടിയിരിക്കും, സന്തോഷമാണ്. യോജിപ്പ് നഷ്ടപ്പെടുത്തുന്നത് പിശാചാണ്. അത് യോജിപ്പ് നഷ്ടപ്പെടുത്താൻ പിശാച് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നിനക്ക് വരുന്ന ദേഷ്യം ശ്രദ്ധിച്ചോ, ദേഷ്യത്തെ താമസിപ്പിക്കും, ദേഷ്യം മാറാൻ താമസിപ്പിക്കും. ചിലവരൊക്കെ ഈ മുഖം വീർപ്പിച്ച് ഈ ദേഷ്യപ്പെടുത്തിയ ആൾ മറന്നുപോകും ഞാൻ എന്താ ചെയ്തതെന്ന്. പക്ഷേ ഇവർ ഒരു 3-4 ദിവസത്തേക്ക് ഇങ്ങനെ മിണ്ടില്ല, ഈ ദേഷ്യം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ആ ദേഷ്യം താമസിക്കും തോറും സാത്താൻ അത് ഒരു അവസരമായിട്ട് പ്രയോജനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അത് എഫേസ്യർ 4-ാം അധ്യായം 26-27 സാത്താൻ അതൊരു അവസരമാണ്. സാത്താൻ എന്ത് ചെയ്യും? ഈ ദേഷ്യത്തെ വിദ്വേഷമായിട്ട് മാറ്റിക്കളയും. എപ്പോഴും ദേഷ്യം വന്നാൽ, എനിക്ക് പണ്ടൊക്കെ ദേഷ്യം, കണ്ടമാന ദേഷ്യം വന്നാൽ കുറേ നേരം വയ്ക്കും. പിന്നെ എനിക്കിത് മനസ്സിലായി. എൻ്റെ സ്റ്റാഫിനോടും ഈ തോട്ടത്തിൽ ജോലി ചെയ്യണവരൊക്കെ ഒരു മദ്യപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, ഞാൻ നല്ല വഴക്ക് പറയും. വഴക്ക് പറഞ്ഞാൽ എനിക്കിത് പരിശുദ്ധാത്മാവ് ഇത് ഓർമ്മിപ്പിച്ച് തരും, ഇത് പണി എനിക്ക് കിട്ടുമെന്ന്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൊടുത്ത് ആ ദേഷ്യം അങ്ങോട്ട് മാറ്റിക്കളയണം. നമ്മൾ ഇതിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വയ്ക്കും, കുറേ സമയത്തേക്ക് ഇങ്ങനെ വെച്ച് ഇതെന്ത് ചെയ്യും? നിങ്ങളറിയാതെ അത് മുറിവായിട്ട് മാറും. അതാണ് ഈ ദേഷ്യത്തിൻ്റെ കാരണം. മുറിവുണ്ടാവും. പലവർക്ക് ഈ വഴക്ക് ഇടുമ്പോൾ ഇല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോൾ ദേഷ്യം എന്ന കാര്യം അന്നത്തെ പ്രശ്നമില്ല, ഭർത്താവിനോടോ ഭാര്യയോടോ. ഒരു 10 കൊല്ലം മുമ്പ് ഭർത്താവ് പറഞ്ഞ കാര്യം അപ്പോൾ ഓർമ്മ വരും. എന്നിട്ട് അതൊക്കെ എടുത്ത് പറയും. അന്നത്തെ കാര്യം പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് നീ ദേഷ്യം സൂക്ഷിച്ചതുകൊണ്ട് അത് മുറിവായിട്ട് അവിടെ കിടക്കുകയാണ്. ആ മുറിവ് ആണ് നിനക്കത് ഒരു 10 കൊല്ലം കഴിഞ്ഞാലും അത് വിദ്വേഷമായിട്ട് വരും, യോജിപ്പ് നഷ്ടപ്പെടുത്തി കളയും. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ അന്ന് നിനക്ക് ആവശ്യമുള്ളതല്ല നീ പ്രാർത്ഥിക്കുന്ന ചോദിക്കുമ്പോൾ തടസ്സപ്പെടുത്തി കളയും
പിശാചിൻ്റെ പണി അതാ. പിശാച് വരുന്നത് കക്കാനും നുണ പറയാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. നുണയനാ. അപ്പം അവൻ നശിപ്പിക്കും. നിനക്ക് കിട്ടാനുള്ള ഈ അനുഗ്രഹങ്ങൾ നശിപ്പിക്കാനാണ്. അത് മുറിവായിട്ട് അവിടെ സൂക്ഷിപ്പിച്ച് വെച്ച് അത് ആ മുറിവ് നിനക്ക് എപ്പോൾ ഒരു അനുഗ്രഹം നിനക്ക് കിട്ടാൻ ദൈവം ആഗ്രഹിക്കുന്നോ, നിനക്ക് കിട്ടാൻ പോകുന്നോ, ആ സമയത്ത് ആ യോജിപ്പ് നഷ്ടപ്പെടുത്തി കളയും. പല കുടുംബങ്ങളിലും ആ പ്രശ്നമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പിശാചിൻ്റെ ഈ ദേഷ്യം എന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ കുറച്ച് കാര്യം അന്വേഷിക്കണം. ഈ മുറിവാണ്. ആ മുറിവ് ഉണങ്ങണം. അത് എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തിലുള്ള മുറിവ്, എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിലുള്ള മുറിവ്, എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിലുള്ള മുറിവ്, ഇല്ല എൻ്റെ അമ്മായിയമ്മയുടെ ഹൃദയത്തിൽ എന്നെക്കൊണ്ട് ഉണ്ടായ മുറിവ്, ഈശോയെ, പരിശുദ്ധാത്മാവ്, അമ്മ മാതാവേ, നീ തൊട്ട് സൗഖ്യപ്പെടുത്തണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എപ്പോഴും പ്രാർത്ഥനയിലൊരു ഭാഗമാകണം. സ്നേഹം നിറയാനും മുറിവ് ഉണങ്ങാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ബോധപൂർവ്വം അത് ഓർമ്മ വരുമ്പോൾ അത് മറന്നു കളയുക. ആ ഓർമ്മയിലേക്ക് വരരുത്. അതിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കരുത് ആ വിഷയം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇത് സാത്താന് അവസരം നമ്മൾ എങ്ങനെയാണ് കൊടുക്കണം എന്ന് വെച്ചാൽ, ഈ ദേഷ്യം വരാനുള്ള കാരണം അത് പ്രഭാഷകൻ 28:8-13 പ്രഭാഷകൻ്റെ 28-ാം അധ്യായം 8-13. അതിലെന്താ കാര്യമെന്ന് വെച്ചാൽ, നീ തർക്കിക്കാൻ പോകരുത്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാനോ തർക്കിക്കാനോ പോകരുത്. അവിടെ അതൊരു തർക്കമാണ്, ആർഗ്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകരുത്. ഇത് 2-3 പോയിൻറ്റ്സ് ഉണ്ട്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, ഇന്ന് കിട്ടും. തർക്കിക്കാൻ പോകരുത്. പിന്നെ രണ്ടാമത്തത് 13 പറയണത്, ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്, ലാഭമില്ലാത്ത കാര്യം സംസാരിക്കരുത്. ഈ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ആവശ്യമില്ലാതെ വെറുതെ ഭർത്താവ് പുറത്തിരുന്ന് വരും, ഭാര്യയുടെ അടുത്ത് വല്ല ഭർത്താവ് പറയും, ആവശ്യമില്ലാത്ത ഒരു ലാഭമില്ലാത്ത കാര്യമായിരിക്കും. നിൻ്റെ വീട്ടിലെന്ത് പറഞ്ഞ്, അത് പറഞ്ഞ്, ഇത് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും കാര്യം എടുത്ത് സംസാരിക്കുക. അതുകൊണ്ട് നിനക്ക് പ്രയോജനം ഇല്ലെങ്കിൽ അത് സംസാരിക്കരുത്. എന്നിട്ട് ഭാര്യയും അതുപോലെ തന്നെ പണ്ടത്തെ കാര്യം ഏതെങ്കിലും എടുത്തിട്ടിട്ട് ആവശ്യമില്ലാതെ സംസാരിക്കുക. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് യോജിപ്പ് നഷ്ടപ്പെടുത്തും. നീ തർക്കിക്കുമ്പോൾ ഇത് മുറിവായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളാണ് തെറ്റ്, നീങ്ങ മദ്യപിച്ചിട്ടാണ്, ഈ കടബാധ്യതയ്ക്ക് കാരണം നിങ്ങളാണ്, മക്കളിങ്ങനെ ആകാൻ കാരണം നീയാണ്, നിങ്ങളാണ്. ഈ വാക്കുകൾ പ്രയോജനപ്പെടുത്തരുത്. നിന്നെ കാരണമാണ് ഈ പ്രശ്നം. നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത് സംസാരിക്കരുത്. ഇത് ഇങ്ങനെ സംസാരിച്ച് അവിടെ നിർത്തും, പക്ഷെ അത് മുറിവായിട്ട് അവിടെ കിടക്കും. യോജിപ്പ് നഷ്ടപ്പെടുത്തും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യോജിപ്പ് ഉണ്ടാകില്ല. നിങ്ങൾ തമ്മിൽ ഒരു മനസ്സോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ഇത് ദിവസവും സാത്താൻ ചെയ്യുന്ന, പിശാച് ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾ തമ്മിൽ തർക്കിപ്പിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പോലും അവിടെയും യോജിപ്പ് നഷ്ടപ്പെടുത്തും. ഭർത്താവായിട്ട് മാത്രമല്ല, ഭാര്യയായിട്ട് മാത്രമല്ല, നിങ്ങൾ കൂട്ടായ്മയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെയും പ്രശ്നമാണ്. അത് തർക്കിക്കാൻ പോകരുത്. നിനക്ക് അത് ചിലപ്പോൾ മുറിവായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെറുപ്പായിട്ട് വിദ്വേഷമായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എങ്ങനെയാണ് നമുക്ക് ഈ യോജിപ്പ് ഉണ്ടാക്കിയെടുക്കാം, അത് വേണമല്ലോ. അപ്പോൾ ഇത് പിശാച് ചെയ്യുന്ന പരിപാടി എല്ലാത്തിനും ഒരു പോംവഴിയുണ്ട്. പിശാച് യോജിപ്പ് നഷ്ടപ്പെടുത്തും. നിന്നിൽ വെറുപ്പ് കൊണ്ടുവരും, ദേഷ്യം കൊണ്ടുവന്നിട്ട് അത് മുറിവാക്കി മാറ്റി, അത് വിദ്വേഷമാക്കി മാറ്റിക്കഴിഞ്ഞാൽ യോജിപ്പുണ്ടാകില്ല. അത് 10, 15 കൊല്ലം, 20 കൊല്ലം, ചിലവരൊക്കെ ജീവിതകാലം 40 കൊല്ലം മുമ്പേ ഭാര്യ പറഞ്ഞ കാര്യം, ഭർത്താവ് പറഞ്ഞ കാര്യം ഓർത്തിങ്ങനെ വയ്ക്കും. ഈ ഒരു വാക്കുണ്ടായും. മിനിയാന്ന് എന്നോട് കൗൺസിലിങ്ങിന് ഒരു കൂട്ടർ വന്നിട്ട് ഞായറാഴ്ച അവർ പറഞ്ഞ ഇതുപോലെ 7 കൊല്ലം മുമ്പ് ഭർത്താവ് ഒരു സ്ത്രീയെക്കുറിച്ച് നല്ലത് പറഞ്ഞ്, അവൾ
കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് അത് ഇവർ തമ്മിൽ ഇന്നും പ്രശ്നമാണ്. സംസാരിച്ച് വന്ന കൗൺസിലിങ്ങിന് അപ്പോൾ ഭാര്യയുടെ വായിരുന്ന് വന്ന്, എനിക്ക് ഈ മനുഷ്യനോട് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞങ്ങൾ പള്ളിയിൽ പോയപ്പോൾ 7 കൊല്ലം മുമ്പ് ഇങ്ങനെ അയാളൊരു സ്ത്രീയെ കണ്ടിട്ട് അവളെന്ത് ഭംഗിയാണെന്ന് പറഞ്ഞെന്ന്. പ്രൈസ് ദി ലോർഡ്. തീർന്നു. ഇത് മുഴുവായിട്ട് കടന്ന് ഇവർക്കിപ്പോൾ പല കടബാധ്യതയുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് നിൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന തടസ്സം, നോക്കിക്കോ, ഇത് മാറ്റിയാൽ ഉറപ്പ്. ഞാൻ പറഞ്ഞു ഉറപ്പാണ്. യോജിപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് നീ ക്ഷമിക്കേ, ഇത് ദൈവം അനുവദിച്ചു തന്നതാണ്, നിന്നെ കൃപയിൽ വളർത്താൻ വേണ്ടി ദൈവം അനുവദിച്ചു തന്നതാണ്. അങ്ങനെ ഭർത്താവ് അങ്ങനെ പറയുമ്പോൾ ക്ഷമിക്കാനും ഭർത്താവിനെ സ്നേഹിക്കാനും ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവം അനുവദിച്ചു തന്നാൽ നീ അത് വെറുപ്പായിട്ട് മാറ്റി. ഇത് നീ നന്മയ്ക്കായി മാറ്റായിരുന്നു. നീ അത് എന്ത് ചെയ്ത്? നിനക്ക് വെറുപ്പ് വന്ന് നിനക്ക് ഉള്ള അനുഗ്രഹങ്ങളെല്ലാം ദൈവം തടസ്സപ്പെടുത്തി. അവർ വന്നത് കടബാധ്യത, വീട് വയ്ക്കാൻ സാധിക്കുന്നില്ല, വീട് പകുതിക്ക് നിൽക്കുകയാണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വന്നാൽ പ്രൈസിലോ പ്രശ്നം തീർന്നു അവിടെ. ഞാൻ ഉറപ്പ് പറയാം, അവർക്ക് ഒരു 3-4 മാസത്തിൽ അവർ സാക്ഷ്യം പറയും, വീട് പണിയും തീർന്ന് കടവും തീർന്നെന്ന് പറയും, അവരത് പാലിച്ചു കഴിഞ്ഞാൽ. പ്രൈസിലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ട യോജിപ്പ് വീണ്ടെടുക്കാം? ഒരു ഹൃദയത്തിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 2 ഹൃദയം 3 ഹൃദയമായിട്ട് കിടക്കുക. ഇതെല്ലാം കൂടി ഒറ്റ ഹൃദയമാക്കി എടുക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ നമ്മളൊരു 2 പോയിൻ്റ് പറയും. 3 പോയിൻ്റ് ഞാൻ പറയാം. ഇത് നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർ 2-ാം അധ്യായം 3-4 മറ്റുള്ളവരെ നിങ്ങളെക്കാളും മെച്ചപ്പെട്ടവരായിട്ട് കരുതാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും വിചാരിക്കും ഞാനാണ് ശരി, ഞാനാണ് അവരെക്കാളും മെച്ചം. പിശാച് ആദ്യം തോന്നിപ്പിക്കുന്ന ഇതാണ്. മറ്റുള്ളവരെ എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിനായാലും ഇല്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവരെ നിങ്ങളെക്കാളും മെച്ചമായിട്ട് കരുതാൻ പഠിക്കണം. അത് എളിമപ്പെടുന്നതാണ്. എന്നെക്കാളും മെച്ചം അവരാണ്, ഞാൻ അവരെക്കാളും മോശമാണ്. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവരിൽ കുറ്റം കാണുന്ന. ഞാനാണ് പെർഫെക്റ്റ്, ഞാനാണ് മെച്ചം, എന്നെപ്പോലെ ഇല്ലല്ലോ ഇവർ, ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നില്ലല്ലോ. അത് പിശാചിൻ്റെ പണിയാണ്. എന്നെക്കാളും മെച്ചം അവർ തന്നെയാണ്. എന്തുകൊണ്ടും. രണ്ടാമത്തത്, മറ്റുള്ളവരുടെ താല്പര്യത്തിന് വില കൽപ്പിക്കുക. ഭർത്താവിൻ്റെ താല്പര്യത്തിനായിരിക്കണം 1-ാം സ്ഥാനം, ഭർത്താവ് ഭാര്യയുടെ താല്പര്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അത് വിഡ്ഢിത്തരമായിരിക്കാം. അവൾ ചോദിക്കുന്ന വിഡ്ഢിത്തരമാണ്, അത് നമ്മളെ മനസ്സിൽ നമ്മൾ തോന്നുന്നില്ല, അയാളെന്തായി ഇതൊക്കെയാണ് താല്പര്യം, അതിന് വില കൽപ്പിക്കുക. ഈ 2 കാര്യം ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് മെച്ചമായി വരും. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു കിട്ടും. ജോലി ചെയ്യണ സ്ഥലത്തും ചില സ്ഥലത്ത് ജോലിക്ക് പോകാൻ സാധിക്കില്ല. എങ്ങനെയും ഈ ജോലി കളഞ്ഞാൽ മതി. അവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ ജോലി ചെയ്യുന്നവരായിട്ട് യോജിപ്പില്ല. അതിൻ്റെ കാരണം ഇതാ, മുറിവ് ഇരിക്കുകയാണ് ഹൃദയത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണമാണ് നോക്കേണ്ടത്, ലക്ഷണത്തിനെയാണ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ വിഷമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഭാര്യ വഴക്കിടന്ന് ഏത് കാര്യം പറഞ്ഞാലും ദേഷ്യപ്പെടണം, അല്ല ഭർത്താവ് എന്ത് സംസാരിച്ചാലും ദേഷ്യം. ഇത് ലക്ഷണത്തിനെ നോക്കി നമ്മൾ സങ്കടപ്പെടും. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കാരണമാണ്. കാരണത്തിനെ കറക്റ്റായി കഴിയുമ്പോഴത്തേക്ക് ഇത് പ്രശ്നം തീരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു സൈക്കിളിൽ പോയി, നമ്മുടെ കയ്യിൽ വലിയ ബാഗുണ്ട്. ഒരു ബാഗിൽ നമുക്ക് സഞ്ചിയിൽ കുറേ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സൈക്കിളിൻ്റെ ക്യാരിയറിൻ്റെ ആ ക്ലിപ്പിൽ നമ്മൾ ഇത് വെച്ച് നമ്മൾ യാത്ര ചെയ്യുക. കുറച്ച് ദൂരം ഒരു 10 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് വീഴുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ദേഷ്യം വരിക. പിന്നെ രണ്ടാമത് എടുത്ത് കുറച്ചുകൂടി സ്പീഡിൽ അങ്ങോട്ട് വയ്ക്കുക. ഇതെന്താ ബാഗ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ്. എന്നിട്ടും നമ്മൾ കുറച്ച് പോകുമ്പോഴത്തേക്കും ആ ബാഗ് രണ്ടാമത് വീഴുകയാണ്. നമ്മൾ ആ ലക്ഷണം കാണണം. ബാഗ് വീണതാണ് നമുക്ക് ദേഷ്യം.
ദേഷ്യം വന്ന് അത് എടുത്ത് അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ആ ബാഗും പൊട്ടും, കാരിയറും പൊട്ടും, കയ്യും കൊണ്ട് കയ്യിൽ ചോരയും വരും കാരിയറിൽ. ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ക്ഷമയോടെ ആലോചിച്ച് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ ക്ലിപ്പ് ലൂസാണ്, ഒരു കയറെടുത്ത് കെട്ടിയാൽ മതി. അതിൻ്റെ ക്ഷമയില്ല, കെട്ടാനുള്ള ക്ഷമയില്ല. ഒരു കയർ അന്വേഷിക്കുകയാണ്, അത് മര്യാദയ്ക്ക് ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും വീഴില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പലവരിക്കും. പല ഭർത്താവിൻ്റെ കംപ്ലൈൻറ്റും എന്താ? കാരണം കണ്ടുപിടിക്കില്ല. ഈ ഭാര്യ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത്, അല്ല ഭർത്താവ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്, അത് കണ്ടുപിടിക്കണം. എന്നാൽ യോജിപ്പ് നഷ്ടപ്പെടില്ല. ചില ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് പൈസയൊക്കെ ചേർത്ത് വെച്ച് ഒരു 2000 രൂപയ്ക്ക് സാരി വാങ്ങിച്ചുകൊണ്ട് വരും, ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ പ്രതീക്ഷ ഇത് കണ്ടുകൊണ്ട ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നു. ഇവളത് വലിച്ചെറിയും. പ്രൈസ് ദി ലോർഡ്. വലിച്ചെറിഞ്ഞിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ആവശ്യം ഈ സാരിയൊന്നുമില്ല, ഭർത്താവ് ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ഒരു കർച്ചീപ്പ് വാങ്ങിച്ചു കൊടുത്താൽ മതി, നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മതി. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം എന്നിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്യുകയാണ്, നിങ്ങൾക്കിഷ്ടമുള്ളത് മാത്രമേ ഞാൻ കൊടുക്കാവൂ. ഇതാണ് പ്രശ്നം. അപ്പോൾ അവിടെ പ്രശ്നവശലായി. അപ്പോൾ അത് ഇത്രയും കാലം ആകുമ്പോഴത്തേക്കും കാരണം എന്താണ്, ഏത് രീതിയിലാണ് അവർ സ്നേഹത്തെ കാണുന്നത്, അത് മനസ്സിലാക്കിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതേപോലെ ഇത്രയും കാലമുണ്ട് ഈ ഭർത്താവ് നാളെ വരുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിലേക്കൊന്ന് പോണേ, പോയില്ലെങ്കിൽ ശരിയായില്ല, ഇങ്ങനെ ദേഷ്യത്തിൽ പറയും. അപ്പോൾ ഭർത്താവിനത് മനസ്സിലാകുന്ന രീതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ആധികാരികമായിട്ട് പറയുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് നാളെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് വരാം, ഇല്ലെങ്കിൽ വേണ്ട ഇനിയൊരു ദിവസം പോവാം, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടാ. പ്രശ്നം മാറി, അവിടെ യോജിപ്പുണ്ടാകും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്കൊരു ഹിൻഡ് ദൈവം തരും. ഇവരുടെ രീതി ഇതാണ്, ഇവരുടെ ആംഗിൾ ഇതാണ്, ഇവരുടെ ഫ്രീക്വൻസി ഇതാണ്, ഇവർ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ഫ്രീക്വൻസി ഇതാണ്. അപ്പോൾ ഇവരുടെ താല്പര്യം എന്താണെന്ന് നമ്മൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരും ഏതിലാണ് അവർക്ക് പ്രലോഭനം ഉണ്ടാകുക അത് നോക്കണം. അത് ദൈവം നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്, ജ്ഞാനം തന്നിട്ടുണ്ട്. ഇതിന് പ്രാർത്ഥിക്കണം, എനിക്ക് എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നടത്തണേ എന്ന്. അപ്പോൾ ഈ യോജിപ്പ് നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാൻ സാധിക്കും. നമുക്കെല്ലാം പറയാതെ എൻ്റെ ഭർത്താവ് എപ്പോഴും എന്നോട് ദേഷ്യത്തിലാണ്, എൻ്റെ ഭാര്യ എന്നോട് ദേഷ്യത്തിലാണ്. ഭർത്താവ് ഭാര്യയെ സിനിമയ്ക്ക് വിളിക്കും, ഭാര്യ പറയും നിങ്ങൾ പോയിട്ട് പോയി, ഞാൻ വന്നില്ല. അതും കേട്ട് അതും വിശ്വസിച്ച് പാവപ്പെട്ട ഭർത്താവ് സിനിമയ്ക്ക് പോയിട്ട് വരും, ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കും. അപ്പോൾ ഭാര്യയുടെ ഫ്രീക്വൻസി എന്താണ്? ഞാൻ പോയില്ലെങ്കിൽ ഭർത്താവും പോകരുത്. ഭർത്താവ് ഒറ്റ വാക്ക് പറയണം, നീ വന്നില്ലെങ്കിൽ ഞാനും പോകണില്ല. ഇതാണ് പ്രശ്നം. എന്നാൽ ഞാനും പോകണില്ലെന്ന് പറഞ്ഞാൽ ഇവൾ റെഡിയായി വന്നോളും, കൂടെ വന്നോളും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പിശാച് നമ്മളെ സാത്താൻ്റെ ട്രിക്കാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹം നമുക്ക് കിട്ടും. ഉടമ്പടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിനക്ക് പലവരുമായിട്ട് യോജിപ്പുണ്ടാകണം, വെറുപ്പ് വിദ്വേഷ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊന്ന് ഈ ഒരു 10 ദിവസത്തേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 10 ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.